ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി വരുന്ന പ്രിലിംസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്: വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്. വാഴക്കുല എന്ന കവിത എഴുതിയ കവി ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ചങ്ങമ്പുഴ. വാഴക്കുല എന്ന കവിത എഴുതിയതാരാണ്? ചങ്ങമ്പുഴ. അടുത്ത ചോദ്യം: എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ എ ആണ്, ജൂൺ 5 ആണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ചോദ്യം നോക്കാം. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നോക്കിക്കോളൂ. ഓപ്ഷൻ ബി ആണ്, വയനാട്. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, രാമേശ്വരം. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം രാമേശ്വരം. അടുത്ത ചോദ്യം: ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ എ, ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ബാബേജ്. അടുത്ത ചോദ്യം: ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, കൊളംബോ. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? കൊളംബോ ആണ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി, നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അനുച്ഛേദം 21A. അനുച്ഛേദം 21Aയിലാണ് വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2013. 2013 ഇന്ത്യൻ പാർലമെൻറ്റ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്. അടുത്ത ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്?
ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഇതാണ് 44-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം: ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന എന്നാണ്? ഡിസംബർ 10-നാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1930. 1930-ലാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. അടുത്ത ചോദ്യം: മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാലക്കാട്. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം നോക്കൂ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ എ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അവസാന ചോദ്യം ഇതാണ്: പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: ജവഹർലാൽ നെഹ്റു, രാജഗോപാലാചാരി, അംബേദ്കർ, സർദാർ പട്ടേൽ. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് സർദാർ പട്ടേൽ. അപ്പോൾ എല്ലാവരും ഗസ് ചെയ്ത ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി തരുന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ഭഗത് സിംഗ്, മംഗൽ പാണ്ഡെ, ചന്ദ്രശേഖർ ആസാദ്, വൈക്കം ഖാദർ. അപ്പോൾ ഇതിൽ നിന്നും ശരിയായ ഉത്തരം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒപ്പം പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.